ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. ആ പഴയ പ്രതാപം ഇപ്പോൾ മുംബൈ ടീമിലില്ല. മുംബൈ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജയിക്കുന്നത്. അടുപ്പിച്ച് 2 മാച്ച് തോറ്റ മുംബൈ കഴിഞ്ഞ മത്സരത്തിലാണ് ഒരു വിജയം നേടിയെടുത്തത്. പാണ്ഡ്യയാണെങ്കിൽ മോശം ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ മാനേജ്മെന്റ് പാണ്ഡ്യ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പകരം രോഹിത് അല്ലെങ്കിൽ സൂര്യകുമാർ ഇവരിൽ ഒരാളെ ക്യാപ്റ്റനാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. പാണ്ഡ്യയോട് ഇപ്പോൾ മുംബൈ മാനേജ്മെന്റിന് വലിയ താല്പര്യമില്ല. സൂര്യകുമാർ ആണെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാണ്. ഒരുപക്ഷെ സൂര്യ അല്ലെങ്കിൽ രോഹിത് ശർമ്മ മുംബൈ ടീമിന്റെ ക്യാപ്റ്റനായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSK ടീം ഇപ്പോൾ അടുപ്പിച്ച് 2 കളി തോറ്റിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ചെന്നൈ ടീം പ്ലേ ഓഫ് കാണില്ല. ധോണി ടീമിലുണ്ടായിട്ടും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ധോണി ബാറ്റിംഗിന് ഇറങ്ങിയിട്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരാധകർ ദേഷ്യത്തിലാണ്. ധോണിയെ പ്ലേയിങ് 11 നിന്ന് ഒഴിവാക്കണമെന്നാണ് അവർ പറയുന്നത്. ധോണി മാറിയാൽ ആ സ്ഥാനത്ത് നല്ലൊരു പ്ലെയറെ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പല മാച്ചും ചെന്നൈക്ക് ജയിക്കാം. ധോണി പേരിന് മാത്രമാണ് ഇറങ്ങുന്നത്. ഇപ്പോഴിതാ CSK മാനേജ്മെന്റ് ധോണിക്ക് വിശ്രമം കൊടുത്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ധോണിയെ ചെന്നൈ ടീം പുറത്താക്കാനുള്ള പദ്ധതിയിലാണ്. ധോണി തന്നെ ഇത് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അവസാനത്തെ അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 മാച്ചിലും രാജസ്ഥാന്റെ ക്യാപ്റ്റൻ പരാഗായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്യാപ്റ്റൻസി മാറ്റം വന്നിരിക്കുകയാണ്. സഞ്ജു അടുത്ത മാച്ചിൽ രാജസ്ഥാന്റെ ക്യാപ്റ്റനാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റ് നടന്നിരിക്കുകയാണ്. സഞ്ജു അതിൽ പാസ്സായാൽ അടുത്ത മാച്ചിൽ സഞ്ജു ക്യാപ്റ്റനും കീപ്പറുമായിരിക്കും. പരാഗ് ക്യാപ്റ്റൻസി സഞ്ജുവിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. സഞ്ജു ക്യാപ്റ്റൻസി ഏറ്റെടുത്താൽ പിന്നെ രാജസ്ഥാനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. രാജസ്ഥാൻ അങ്ങോട്ട് വിജയിച്ചു തുടങ്ങും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.